പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ പോകുന്നിടത്തൊക്കെയും പുരുഷാരം അവന്റെ പിന്നാലെ ഉണ്ടാകും. അങ്ങനെ ഒരു ഹല്ലേലൂയ പ്രസംഗം നടക്കുമ്പോൾ ദൈവത്തിന്റെ ആ കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുവാൻ, കർത്താവിന്റെ സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി അനേക ആയിരങ്ങൾ വന്നുകൂടി. ആ വന്നുകൂടി ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഹല്ലേലൂയ. ഇവർക്ക് ഭക്ഷിപ്പാനുള്ള അപ്പം നമ്മൾ എവിടെ നിന്ന് വാങ്ങുമെന്ന് ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുക. ഫിലിപ്പോസ് തന്റെ കയ്യിലുള്ള പണമൊക്കെ എണ്ണി നോക്കിയപ്പോൾ 200 പണമുണ്ട്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, 200 പണമുണ്ട്, പക്ഷേ ഇവർക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഈ പണം കൊണ്ട് മതിയാകത്തില്ല. ഫിലിപ്പോസിന്റെ ഹല്ലേലൂയ വശത്തു നിന്നും ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ്. ഹല്ലേലൂയ. മാനുഷികമായി നോക്കുമ്പോൾ വളരെ ശരിയാണ്. 200 പണത്തിന് ഇത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ആമേൻ. ഇതൊന്നുമില്ല എന്ന് മനസ്സിലായി. ഹല്ലേലൂയ. തന്റെ കയ്യിലുള്ള 200 പണത്തിന് മതിയാകത്തില്ല എന്ന് കർത്താവിനും അറിയാം. സ്തോത്രം. കർത്താവിനറിയാം ഇവിടെ ഭക്ഷണമില്ലെന്നറിയാം. കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നും കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുവാൻ കർത്താവരോട് ചോദിച്ചതാണ്. ഹല്ലേലൂയ. അത് കണ്ടുകൊണ്ട് നിന്ന അന്ത്രയോസ് ഒരു ബാലകനെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവന്റെ കയ്യിൽ സ്തോത്രം 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇതും തികയത്തില്ല. ഹല്ലേലൂയ. 200 പണം തികയത്തില്ല. തന്നെയല്ല 5 അപ്പമുണ്ട് 2 മീനുമുണ്ട്, അതും തികയത്തില്ല. 2 പേരും പറഞ്ഞത് ഹല്ലേലൂയ നിരാശയുടെ വാക്കുകളാണ്. ഹല്ലേലൂയ. തന്നോട് ചോദിക്കുന്ന വ്യക്തി ആരാണെന്ന് അന്ത്രയോസിനും മനസ്സിലാകുന്നില്ല, ഫിലിപ്പോസിനും മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കർത്താവ് നമ്മോടൊരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നീ ഒരു ഡ്യൂട്ടി ചെയ്യ്, നീ ഒരു ശുശ്രൂഷ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിക്കുന്ന ആ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിട്ട് കർത്താവ് മാറിപ്പോകത്തില്ല. കർത്താവ് നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള സോഴ്സ് കൂടെ കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവ് നമ്മളൊരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒന്നുമല്ല, നമ്മളൊന്നും ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്കൊരു ബുദ്ധിയില്ല, നമുക്കൊരു ഓർമ്മ ഒരു കഴിവില്ല. ഹല്ലേലൂയ. കർത്താവ് ചിലപ്പോൾ ഒരു പാട്ട് പാടാനായിരിക്കും നമ്മെ ഏൽപ്പിക്കുന്നത്. നാം പറയുകയാണ്, കർത്താവ് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ഇത്രയും പാടാൻ അറിയത്തുള്ളൂ, എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ, എനിക്ക് ഹല്ലേലൂയ സ്വരമില്ല, എനിക്ക് സൗണ്ട് ഇല്ല, എനിക്ക് ഈണമില്ല. ശരി, ഹല്ലേലൂയ. ഇരിക്കാം. യാഥാർത്ഥ്യം നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള യാഥാർത്ഥ്യം അത് തന്നെ ആയിരിക്കാം. പക്ഷേ അത് കർത്താവിനറിയാം. നിന്റെ ശൂന്യാവസ്ഥ എന്താണെന്ന് കർത്താവിനറിയാം. പക്ഷേ അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അതുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് ഈ കർത്താവ് പറഞ്ഞത് എനിക്ക് ചെയ്യണം, അത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതെൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള സോഴ്സ് തരും എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് മുമ്പിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, അത് ഹല്ലേലൂയ ആമേൻ, അത് വർദ്ധിപ്പിക്കാൻ കർത്താവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറയുമ്പോൾ, നിന്റെ നാവിനെ തുറക്കാൻ കർത്താവ് പറയുമ്പോൾ നമ്മൾ പറയുക, കർത്താവേ എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, എനിക്ക് വചനം പറയാൻ അറിയത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ആർക്കും വചനം പറയാൻ അറിയില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറാകുന്നവന്റെ നാവ് ദൈവം തുറക്കും. ഹല്ലേലൂയ. ഒരക്ഷരം എഴുന്നേറ്റൊരു വാക്യം പോലും കാണാതെ പറയാൻ കഴിയാത്തവന്റെ നാവിനെ ദൈവം തുറക്കും. എപ്പോഴാ? കർത്താവിന്റെ മുമ്പിലേക്ക് അതിനെ കൊടുക്കുമ്പോഴാ. കർത്താവ്, ഞാൻ ശൂന്യനാണ്, ഞാൻ ഒന്നുമില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ. നമ്മുടെ കഴിവുകേടുകൾ ഉണ്ട്, നമ്മുടെ കുറവുകളുണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. സ്തോത്രം. പക്ഷേ അത് കണ്ടുകൊണ്ട്, കർത്താവേ ആ ബലഹീനത കൊണ്ട്, അതുകൊണ്ട് എനിക്കിത് പറ്റത്തില്ലെന്നും പറഞ്ഞ് പുറകോട്ട് മാറുകയല്ല ചെയ്യേണ്ടത്. നീ ആ ബലഹീനതയും കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പലരും ഹല്ലേലൂയ ശുശ്രൂഷയുള്ളവരുണ്ട്, ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുള്ളവരുണ്ട്, ഇന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് അങ്ങനെ പറയുക. സ്തോത്രം. അവരോട് കർത്താവിന്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ കുറവുകളെ, ആ പരിമിതികളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവാ എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുവാൻ സമയത്തെ കണ്ടെത്തുന്നെങ്കിൽ, കർത്താവിന് സമയം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ആ പരിമിതികളെ ഹല്ലേലൂയ അത് ഒഴിവാക്കി അതിനെ മാറ്റി നാവിനെ തുറക്കുവാൻ ദൈവം ശക്തനാണ്.
നിന്റെ നാവ് തുറക്കുമ്പോൾ നിന്റെ നാവിൽ നിന്ന് ഉയരുന്ന ആ വചനങ്ങൾ ഹല്ലേലൂയ കേൾക്കുന്ന ഹൃദയങ്ങൾ പുഷ്ടി പ്രാപിക്കും. അവർ തൃപ്തരായി മാറും. നീ അനേകർക്ക് വിളമ്പി കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അത് കൊടുക്കുവാൻ അതല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ളത്, ആ പരിമിതിയായിട്ടുള്ളത് അതിനെ കൊടുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പക്ഷേ ആ ഹല്ലേലൂയ നാം കാണാറുണ്ടൊരു ഹല്ലേലൂയ വീഡിയോ ആണ് നിക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ. അദ്ദേഹത്തിന് ജന്മന കൈകളുമില്ല, ഹല്ലേലൂയ, കാലുകളുമില്ല. സ്തോത്രം. അദ്ദേഹം ആ വചനം ആ ടേബിളിന്റെ മുകളിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ എത്രയോ ആയിരങ്ങൾ പുഷ്ടി പ്രാപിക്കുകയാ. അനേകർക്ക് അദ്ദേഹം വിളമ്പിക്കൊടുക്കുകയാ. ഒന്നും ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിന്റെ കഴിവുകളിൽ ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ കഴിവല്ലത്, ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കുന്നതാ. ഹല്ലേലൂയ, നാം അത് കണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നാം നമ്മെ തന്നെ വിലയിരുത്തണം. നമുക്ക് എന്താണ് ഹല്ലേലൂയ കുറവുണ്ടായിട്ടുള്ളത്? കർത്താവ് ഒരു ശുശ്രൂഷ നമ്മോട് ചെയ്യാൻ പറയുമ്പോൾ ഹല്ലേലൂയ, ശുശ്രൂഷ ഉള്ളവർ, ചെയ്തിരുന്നവർ ഹല്ലേലൂയ ഇന്ന് അത് ചെയ്യാതെ ഇരിക്കുന്നു, മൂടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ വിളക്ക് അത് ഹല്ലേലൂയ പറയിൻ കീഴിൽ അടച്ചു വെച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിനെ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഫിലിപ്പോസിന്റെ കയ്യിലുള്ളത്, ഹല്ലേലൂയ അന്ത്രയോസിന്റെ കയ്യിലുള്ളത് ആ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് അതിനെ ഹല്ലേലൂയ വർദ്ധിപ്പിച്ച് അനേകർക്ക് തൃപ്തരാകുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ, കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ അതിന് മുമ്പിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പണിയുവാൻ ശക്തനത്രേ. അനേകർക്ക് തൃപ്തി വരുത്തുവാൻ, അനേകരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, അനേക മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, അനേകർക്ക് പുഷ്ടി വരുത്തുവാൻ, അനേക ഹല്ലേലൂയ മരണത്തിലേക്ക് നടന്നെടുക്കുന്നവർക്ക് ഈ ആഹാരം, ഈ വചനം പുഷ്ടിയായി മാറും, ജീവനായിട്ട് മാറും. അതിന് വിളമ്പുവാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വിളമ്പിക്കൊടുക്കുവാൻ. ഹല്ലേലൂയ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കുകയല്ല. ഹല്ലേലൂയ, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കാനല്ല, മുന്നോട്ട് വരുവാൻ കർത്താവ് പറയുക. സ്തോത്രം. ആമേൻ. ചെറിയതാണെങ്കിലും കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ വർദ്ധിപ്പിക്കാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ, അത് അതിനവർക്ക് നിത്യജീവന് കാരണമായി മാറും. ഹല്ലേലൂയ, നമ്മുടെ നിത്യതയ്ക്കും അത് കാരണമായിട്ട് മാറും. ഹല്ലേലൂയ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. ഹല്ലേലൂയ, കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക്. കർത്താവ് ആ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. അതിനുള്ള സോഴ്സ് ദൈവം തരും, അതിനുള്ള കൃപ ദൈവം തരും. ഹല്ലേലൂയ, ആര് തയ്യാറാകുന്നുവോ ദൈവം അത് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.